നമസ്കാരം. ഇന്ന് കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഒരു പാത്രത്തിൽ കപ്പ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ കപ്പയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ എടുത്തതിന് ശേഷം 1 കിലോ ബീഫാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഇനി അരമണിക്കൂർ അതങ്ങനെ തന്നെ വെച്ചേക്കുക. മസാലയെല്ലാം ബീഫിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. ഇപ്പൊ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനിയും ഇത് വേവിച്ചെടുക്കുക. ഞാനിവിടെ 7 വിസിൽ വരുന്നിടം വരെ വേവിച്ചിട്ടുണ്ട്. ഇപ്പൊ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പ ബിരിയാണിയിലേക്ക് തേങ്ങ വറുത്ത് ചേർത്താൽ അതിന് ടേസ്റ്റ് കൂടും. അപ്പം അതിനായി ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിലിട്ട് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ അല്പം എണ്ണ ചേർത്തതിന് ശേഷം ഇങ്ങനെ തേങ്ങ വറുത്തെടുക്കുക. ഇനി കപ്പയ്ക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാനൊരു മിക്സി ജാറിലേക്ക് 5-6 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് അതും ചതച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ബീഫ് കറിയാക്കാനായിട്ട് ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. അത് സ്ലൈസ് ചെയ്തെടുക്കണം. ഒരു ചെറിയ കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 8 അല്ലി വെളുത്തുള്ളിയും 1 വലിയ പീസ് ഇഞ്ചിയും 4 പച്ചമുളകും ചതച്ചെടുക്കണം. അതോടൊപ്പം 4 തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി എടുത്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം എടുത്തു വെച്ചേക്കുന്ന ചെറിയുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം 4 സവാള സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സവാള ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി എത്ര വഴന്ന് കിട്ടുന്നോ അത്രയേറെ ടേസ്റ്റ് ആയിരിക്കും ഈ ബീഫ് കറിക്ക്. ഇപ്പൊ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ബീഫ് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പയുടെ മുകളിലായി അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പാണ്. അരപ്പ് ചേർത്തതിന് ശേഷം ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കണം. അതിനു മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിന്റെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് കറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബീഫും കപ്പയും നന്നായിട്ട് യോജിച്ച് കിട്ടണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പല ഭാഗങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലും കപ്പയെന്നും ഏഷ്യാഡ് എന്നും കപ്പ ബിരിയാണി എന്നുമൊക്കെ ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.